മേപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോണ്, വലിയ തരത്തിൽ മണ്ണിടിഞ്ഞു എന്നതാണ് സാഹചര്യം. ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ്? കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ? കുറച്ച് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറച്ച് 5 ആളുകളെ ഇപ്പോൾ വിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ഈ നമുക്ക് അവിടുന്ന് മണ്ണ് മാറ്റുന്നതിന് രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, കളക്ടർ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു ഇന്ന്? പണി നടക്കുന്നുണ്ടായിരുന്നു. അത് നേരിട്ട് കൊങ്കൺ റെയിൽവേ ആണ് പണി നടത്തുന്നത്. അപ്പൊ അവരെ ഞങ്ങൾ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. മണ്ണ് അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് ഇത് ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയിട്ടുണ്ട്, സിമന്റ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പരിശോധിച്ചിട്ട് അത് നിയമ നടപടികൾ സ്വീകരിക്കും പഞ്ചായത്ത്. ഓക്കെ. ഈ മന്ത്രിയെ ഞങ്ങൾ അല്പസമയം മുമ്പ് വിളിച്ചപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞ് പണി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ആ നിർദ്ദേശം അവിടെ എത്തിയിരുന്നില്ല, അങ്ങനെയാണോ? അല്ല, പണി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ മണ്ണ് കൂട്ടിയിട്ട മണ്ണാണ് ഇടിഞ്ഞത്. പണിയല്ല സംഭവം നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു മല പോലെ മണ്ണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് മാറ്റാനാണ് പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തത്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ പ്ലാസ്റ്റിക് മൊത്തം മണ്ണ് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് നിറച്ചതാണ്. അവിടെയാണ് പൊട്ടി വന്നത്. ഓക്കെ. അതായത് ഈ മണ്ണ് കൂടി നമുക്ക് കിട്ടുന്ന ചില ദൃശ്യങ്ങളിൽ ഇങ്ങനെ വലിയ രീതിയിൽ ഉരുള് പൊട്ടുന്ന പോലെ മണ്ണ്. അതെ, ഒരു മല തന്നെയാണ് പൊട്ടി വന്നിട്ടുള്ളത്. ആ മല പോലെ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ റോഡ് ബ്ലോക്ക് ആയി നിൽക്കുന്നതുകൊണ്ട് ആളുകൾ ബ്ലോക്കാണ്, മൊത്തത്തിൽ ബ്ലോക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഇല്ല അല്ലെ? മല പോലെ റോഡ് ബ്ലോക്ക് ആയി കിടക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ ആളുകളെ ഇപ്പം കൊണ്ടുപോയിരിക്കുന്ന ഏത് ഹോസ്പിറ്റലിലേക്കാണ്? വിംസ് ഹോസ്പിറ്റലിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ശരി, താങ്ക് യു. എന്തായാലും ആ വിവരങ്ങൾ നടക്കട്ടെ. താങ്കളും രക്ഷാപ്രവർത്തനം സജീവമാവും. എന്തായാലും അവിടെ വിവരങ്ങൾ അതാണ് വരുന്നത്. എന്തായാലും വലിയ രീതിയിലാണ് ആളുകൾ എത്ര കണ്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമല്ല. മണ്ണിടിച്ചിലിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളടക്കം ഞങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതായത് നോക്കൂ, നമുക്ക് സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണാൻ കഴിയുന്നത് മണ്ണ് ഇടിഞ്ഞു വരുന്ന ദൃശ്യങ്ങളാണ്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. എത്ര വലിയ രീതിയിലുള്ള ഒരു വ്യാപ്തിയുള്ള മണ്ണിടിച്ചിലാണ് നടന്നതെന്നാണ്. വാഹനങ്ങളടക്കം ഇതിൽ കുടുങ്ങിപ്പോകുന്നത് നമുക്ക് ആ മണ്ണിടിഞ്ഞു വരുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് ഈ ജോലി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കൂടിയാണ് ആളുകൾ അതിൽ കുടുങ്ങിപ്പോയതിൻ്റെ കാരണം. നേരത്തെ തുരങ്കപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് മാറ്റി അത് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒരിടത്ത്. ആ മണ്ണാണ്, ഇളകിക്കിടന്ന ആ മണ്ണാണ് ഇപ്പോൾ ഈ വലിയ വെള്ളത്തിൽ ഈ മഴയ്ക്കിടയിൽ ഒലിച്ച് ഇടിഞ്ഞു വീണത്. അവിടെയാണ് ജീവനക്കാരൊക്കെ കുടുങ്ങിപ്പോയത്. മാത്രമല്ല, അവരെ കൊണ്ടുവരുന്ന വാഹനങ്ങളടക്കം ഇതിൽ കുടുങ്ങിപ്പോയി എന്നാണ് സംശയമുള്ളത്. നിലവിൽ ഒരു മരണം നമുക്ക് സ്ഥിരീകരിക്കാം, അത് വ്യക്തമാവുന്നുണ്ട്. 5-ലധികം ആളുകളെ ആശുപത്രിയിലേക്ക് അവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം, കൂടുതൽ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. മണ്ണിൽ കുടുങ്ങിയ കുറേ അധികം ആളുകളെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. പൂർണ്ണമായൊരു ചിത്രം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും പ്രദേശത്ത് വലിയ തരത്തിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇനിയും അപകട സാധ്യതയുണ്ട് എന്നതാണ് അവിടുന്ന് ലഭ്യമാവുന്ന സൂചനകൾ നമുക്ക് മനസ്സിലാവുന്നത്. ആ തരത്തിലാണ് അവിടുത്തെ സാഹചര്യം. കള്ളാടി ഒപ്പം മേപ്പാടി തുരങ്കപാതയ്ക്ക് വേണ്ടി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.